ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ആത്മ മലയാളം ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് ആതിര മനോജ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കറി വിഭവമാണ്. നിങ്ങളുടെ വീട്ടിൽ വെണ്ടയ്ക്കും വഴുതനങ്ങയും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ വെണ്ടയ്ക്കും വഴുതനങ്ങയും ഇതുപോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ വേണ്ടത് ഒരു മുഴം വാളംപുളി, പിന്നെ വേണ്ടത് 3 വറ്റൽമുളക്, പിന്നെ ചുവന്നുള്ളി 1, 2, 3 എണ്ണം, പിന്നെ പച്ചമുളക് ആവശ്യത്തിന്. നമുക്ക് ഇനി വേണ്ടത് ഒരു പാത്രം എടുക്കുക, തിളപ്പിക്കാനായിട്ട് കറി വേവിക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. വഴുതനങ്ങയും അതുപോലെ തന്നെ വെണ്ടയ്ക്കും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിടാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/2 ടേബിൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ വേണ്ടത് നമുക്ക് വാളംപുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞ് എടുക്കണം. ആ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വാളംപുളി ചേർത്തതിന് ശേഷം ഈ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. ഇനി നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. നാളികേരപ്പാൽ 1-ാം പാലും 2-ാം പാലും മിക്സ് ചെയ്തിട്ട് വേണം എടുക്കണമെങ്കിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ അരച്ചെടുത്തിട്ട് പാല് പിഴിഞ്ഞ് വെക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട്. മൂടി തുറന്നപ്പോൾ നല്ലോണം തിള വന്നിട്ടുണ്ട്. വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ച് ഒന്ന് നല്ല തീയിലൊന്ന് തിളപ്പിച്ച് ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തിള വന്നിട്ടുണ്ട്. അതുപോലെ നന്നായി ഉടയാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കും വഴുതനങ്ങയും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഒരുമിച്ചിട്ടുള്ള ഒരു പാലാണ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിൽ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. അധികം വറ്റിക്കേണ്ട, എന്നാലും കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. പുളിവെള്ളമാണല്ലോ, പുളിവെള്ളത്തിലാണ് നമ്മൾ ഈ തീയൽ വേവിക്കുന്നത്. അതായത് തീയൽ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് കഷ്ണങ്ങൾ വേവിക്കണേ. അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 1-ാം പാലും 2-ാം പാലും ആഡ് ചെയ്ത് കൊടുക്കാം. 1-ാം പാലും 2-ാം പാലും ചേർന്നിട്ടുള്ളതാണ്. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ട് തീയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് കടുകും അതേപോലെ തന്നെ വേപ്പിലയും പിന്നെ വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ ടീസ്പൂൺ കടുക് ഇടുക. എന്നിട്ട് അത് പൊട്ടിത്തീരുമ്പോൾ നമുക്ക് വറ്റൽമുളകും ഒരു 3-4 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ വേപ്പില ചേർക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അവസാനം. അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ.